ഐതിഹ്യപ്പെരുമയേറുന്ന വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി കണ്ണകീദേവിയായി പാണ്ഡ്യദേശത്തേക്ക് യാത്രയായി. വിഷുക്കണി ദർശനം പൂർത്തിയാക്കി എരിതേങ്ങ സമർപ്പണവും വലിയ തീയാട്ടും വലിയ ഗുരുതിയും അരിയേറും നടത്തിയ ശേഷം ക്ഷേത്രനട അടച്ചതോടെയാണ് ദേവി മധുരാപുരിയിലേക്ക് യാത്രയായത്. വൈവിധ്യമാർന്ന ആചാരങ്ങളാൽ വ്യത്യസ്തമാണ് വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രം. അധികാരത്തിലെ കണ്ണകീദേവിയായും വൈദികപരമായി ശ്രീ പരമേശ്വരന്റെ പുത്രീഭാവത്തിലുമാണ് മൂത്തേടത്തുകാവിലെ പ്രതിഷ്ഠാ സങ്കല്പം. കണ്ണകി ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതും മധുരാപുരി ചുട്ടരിക്കുന്നതുമായും ബന്ധപ്പെട്ട ആചാരമാണ് വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേത്. വിഷുക്കണി ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. നാലമ്പലത്തിൽ വേതാളപ്പുറമേറിയ ദേവിയുടെ കളമാണ് എഴുതിയത്. കളത്തിൽ വച്ചൊരുക്കിന് ശേഷം കളംപൂജയും തിരിയൊഴിച്ചിലും നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് മുൻവശം കൊടിമര ചുവട്ടിൽ കൂട്ടിയിട്ടിരുന്ന എരിതേങ്ങയിലേക്ക് അഗ്നി പകർന്നു. ഭക്തർ വഴിപാടായി സമർപ്പിച്ച ആയിരക്കണക്കിന് നാളികേരം അഗ്നിയിൽ എരിഞ്ഞമർന്നു. മധുരാപുരി കത്തിയമരുന്നതിന്റെ പ്രതീകമായാണ് എരിതേങ്ങ സമർപ്പണം. ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതിയുടെ കൈനീട്ടം എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് എരിതേങ്ങ കത്തിക്കലെന്ന ചടങ്ങ് നടക്കുന്നത്. കണ്ണകി കോവിലം സങ്കല്പത്തിലുള്ള മധുരാപുരി നശിപ്പിക്കുന്നു, അത് അഗ്നിക്കിരയാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ നാളികേരം മുഴുവൻ കത്തിക്കുന്നത്. അതിനുശേഷം അത്താഴപൂജയും തെക്കുറത്ത് പൂജയും തീയാട്ടും നടക്കുന്നു. തീയാട്ടിന് ശേഷം തീയാട്ടുണ്ണിയും മുമ്പ് വെളിച്ചപ്പാടുകളപ്പോൾ വെളിച്ചപ്പാടും കൂടി ദേവിയുടെ ആവേശം കയറി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് നടക്കലേക്ക് അരി മുദ്രദശ എറിയുന്നു. അതോടുകൂടി നടയടക്കുന്നു. പിന്നീട് 3 മാസത്തിന് ശേഷം കർക്കിടക 1-ാം തീയതിയാണ് നട തുറക്കുന്നത്. തെക്കുപുറത്ത് കൊടുങ്കാളിക്ക് രാത്രി വലിയ ഗുരുതിയും കളം മായ്ക്കലും ശ്രീകോവിലിലേക്ക് അരിയേറും നടത്തിയതോടെ ക്ഷേത്ര നട അടച്ചു. ഇനി കാവിലമ്മ കണ്ണകീദേവിയായി പാണ്ഡ്യദേശത്ത് ഭർത്താവായ കോവിലന്റെ സമീപത്തേക്ക് പോകുന്നതായും ഇനിയുള്ള 3 മാസക്കാലം ദേവി മധുരാപുരിയിലുമെന്നുമാണ് സങ്കല്പം. ഈ സമയം മധുരാപുരിയിൽ മലയാളത്തമ്മയെ വരവേൽക്കുന്ന ചടങ്ങുമുണ്ട്. 3 മാസങ്ങൾക്ക് ശേഷം കർക്കിടകം 1-ന് കണ്ണകീദേവി കാവിലമ്മയായി തിരിച്ചെത്തുന്നതോടെ നട തുറന്ന് ദർശനവും പൂജാവിധാനങ്ങളും പുനരാരംഭിക്കും. അതുവരെ ക്ഷേത്ര നട തുറക്കുകയോ ദർശനമോ ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ തന്നെ വർഷത്തിൽ 9 മാസം മാത്രം തുറക്കുന്ന സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ജനം, കോട്ടയം.